ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പഴം രസായനം. പഴം രസായനം ഒരു പലഹാരമൊന്നല്ല, നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു പ്രസാദമാണ് പഴം രസായനം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പഴം രസായനം ഉണ്ടാക്കാം. പഴം രസായനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മധുരപ്പൂവൻ അഥവാ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ ഉണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ച് വയ്ക്കണം. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പൊടിച്ചതാണ്. ശർക്കര പൊടിച്ചത് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ 1/2 കപ്പ് ശർക്കര ചേർത്തു എന്ന് വെച്ചാൽ അത് കൂടുതലൊന്നുമല്ല, നമുക്ക് ഇനിയും ചേർക്കണം. അപ്പോഴേ ശരിക്ക് പഴം രസായനത്തിനുള്ള മധുരം ആവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പഴത്തിലൊന്നിങ്ങനെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ഈ പഴത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ വയ്ക്കാം. അപ്പോൾ കുറച്ചിങ്ങനെ മധുരമൊക്കെ പഴത്തിൽ പിടിക്കും. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. തേങ്ങാക്കൊത്ത് എന്ന് പറയുമ്പോൾ നല്ല മൂത്ത തേങ്ങയുടെ, വെള്ളം വറ്റി കൊപ്രയാവാൻ വേണമെങ്കിൽ അത്രയും മൂത്ത തേങ്ങാക്കൊത്താണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എള്ളെന്ന് പറയുമ്പോൾ നമുക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ആവാം, പക്ഷെ ശരിക്കും ചേർക്കേണ്ടത് കറുത്ത എള്ളാണ്. ആ കറുത്ത എള്ള് ഞാനിവിടെ 1/4 കപ്പ് കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മൂക്കണം, കരിയാൻ പാടില്ല. നമുക്കിങ്ങനെ മൂക്കുമ്പോൾ ഒരു നട്ടി ഫ്ലേവർ എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ നമുക്ക് വരുമ്പോൾ മനസ്സിലാക്കാം ഇത് വറുത്തു പാകത്തിന് വറവായിട്ടുണ്ട് നമ്മുടെ എള്ളെന്ന്. അപ്പോൾ നമുക്ക് പഴം ശർക്കരപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകി പഴത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നമ്മൾ പഴവും നെയ്യും പിന്നെ തേങ്ങാക്കൊത്ത് എള്ള് എല്ലാതും കൂടി ഒന്ന് വഴറ്റണം. ഒപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഉരുകി വരുന്നതിൻ്റെ ഒരു ഫ്ലേവറും ഇതിന് നല്ല ടേസ്റ്റാണ്. അതിനാണ് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര, അതും കാരമലൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെയും ഒരു രുചി വരും. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത്, ശരിക്കും പറയണമെങ്കിൽ ഇങ്ങനെയും കിട്ടും കേട്ടോ അമ്പലത്തിൽ. അതായത് ഞാൻ ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കാതെ ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ ഒപ്പം തണുക്കുമ്പോൾ കുറച്ച് തേനും ഒഴിച്ചിട്ട് നമുക്ക് അമ്പലങ്ങളിൽ കിട്ടാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തു. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ തിളയ്ക്കാൻ വിടരുത്. നന്നായി ചൂടായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അതായത് തേങ്ങാപ്പാൽ ഇങ്ങനെ പിരിഞ്ഞ് പോവരുത്. അപ്പോൾ ഈ പാകത്തിൽ നമ്മുടെ പഴം രസായനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ശരിക്കും പഴം രസായനത്തിൽ ഏലക്ക ചേർക്കും, പക്ഷേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ ചേർക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് അവസാനം ചേർക്കാൻ. പറ്റിയത് നമ്മൾ ഉരുകി അതോടൊപ്പം ചേർന്ന് പോയല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പൊടി കൂടി ചേർത്താൽ നമ്മുടെ പഴം രസായനം റെഡിയായി. പഴം രസായനം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പഴത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ഈ പാളയംകുടം പഴം അഥവാ മൈസൂർ പഴം പോലെ പുളിയുള്ള പഴങ്ങൾ ഈ പഴം രസായനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴം ഒന്ന് വേകുമ്പോൾ ചെറുതായിട്ടൊരു പുളിരസം വരും. അപ്പോൾ നമ്മൾ ഈ മൈസൂർ പഴം, പാളയംകുടം പഴം അങ്ങനെയൊക്കെ പറയുന്ന പഴമുണ്ടല്ലോ, അതുപോലെയുള്ള പഴങ്ങൾ ചേർക്കുമ്പോൾ ആ പുളി കൂടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അത് പെട്ടെന്ന് ഉടയുന്ന തരം പഴമാണ് നമ്മുടെ ഈ മൈസൂർ പഴം അഥവാ പാളയംകുടം പഴം പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പഴങ്ങളൊന്നും പഴം രസായനത്തിൽ ചേർക്കൽ. ശരിക്ക് കദളി, പൂവൻ, മധുരപ്പൂവൻ അങ്ങനെയുള്ള പഴങ്ങളാണ് പഴം രസായനത്തിൽ ഇതും ചേർക്കാം. റോബസ്റ്റ് പഴം അതും ചേർക്കാം. പക്ഷെ കൂടുതലും കദളിപ്പഴം, മധുരപ്പൂവൻ അങ്ങനെയുള്ള പഴങ്ങളാണ് കൂടുതലും ഈ പഴം രസായനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.